സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ആദർശാത്മകതയുടെ ഉദാത്തവും ദുരന്ത ശോഭ നിറഞ്ഞതുമായ പ്രൊമിത്തിയൻ ഇച്ഛകളിൽ നിന്ന് പത്രപ്രവർത്തനം മൂലധനാനുശാസിതമായ പ്രൊഫഷണലിസത്തിന് വഴിമാറിയിട്ട് നമ്മുടെ നാട്ടിലും നാളേറെയായി. സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും വ്യവസ്ഥാവിരുദ്ധമായ മൂല്യബോധത്താൽ നയിക്കപ്പെട്ട രണോത്സുക പത്രപ്രവർത്തകരുടെ ഒരു വലിയ നിര നമുക്കുമുണ്ടായിരുന്നു എന്നത് നേര്. അച്ചടിയിലെ പുത്തൻ സാധ്യതകളും ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ പ്രാമുഖ്യവും വിവരവിനിമയ വിജ്ഞാനത്തിന്റെ ഒരു ഉപശാഖയായി പത്രപ്രവർത്തനത്തെ ചുരുക്കുമ്പോൾ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആർക്കും തെരഞ്ഞെടുക്കാവുന്ന തൊഴിലായിത്തീരുന്നു അത്. മൂല്യങ്ങളും സാമൂഹ്യ സ്വപ്നങ്ങളും നിലപാടുകളും തീർത്തും അപ്രസക്തമായ ഒരു ഇടമായിത്തീരുന്നു ആധുനിക ജേർണലിസം. ജമാൽ കൊച്ചങ്ങാടി പത്രപ്രവർത്തനത്തിന്റെ വാർന്നു വീണ ജേർണലിസ്റ്റ് അല്ല. സ്വാതന്ത്ര്യ സമര സേനാനിയും 1930കളിൽ ഉജ്ജീവനം, സത്യവാദി തുടങ്ങിയ പ്രതിവാര പത്രങ്ങളുടെ പ്രസാധകനും പത്രാധിപരും ഒക്കെയായിരുന്ന പിതാവ് P.A. സൈനുദ്ദീൻ നയനയുടെ ആദർശാത്മകത ജനിതകമായി തന്നെ ജമാൽ എന്ന പത്രപ്രവർത്തകന്റെ നിർമ്മാണ ധാതുവായി വർത്തിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ കയ്യെഴുത്തു മാസികയിൽ തുടങ്ങി ഈ അക്ഷരങ്ങൾ നിരത്തിയടിക്കുന്ന ചവിട്ടു പ്രസ്സിലൂടെ അത്യാധുനികമായ ലേസർ പ്രിന്റിംഗിലേക്ക് എത്തിയ അരനൂറ്റാണ്ടിന്റെ പത്രപ്രവർത്തന ജീവിതത്തിലുടനീളം മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനം ഇദ്ദേഹത്തിന് കാവൽ നിന്നു. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ ജമാൽ കൊച്ചങ്ങാടി താൻ നീലപ്പെൻസിലേന്തിയ ചെറുതും വലുതുമായ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് ഓർക്കുന്നു. നോവൽ, നാടകം, തിരക്കഥ, സിനിമാ ഗാനങ്ങൾ, വിവർത്തനം തുടങ്ങി സർഗാത്മക രചനയിലും തന്റെ കൈമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഞാൻ പത്രപ്രവർത്തന ജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിട്ടായിരുന്നു. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവനവന് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക്. വളരെ ചെറുപ്പം തൊട്ടേ പത്രപ്രവർത്തനം, സാഹിത്യം, കല ഇതിനോടൊക്കെയുള്ള ഒരു താല്പര്യം എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ ഉണ്ട്. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. 1 മാസത്തിനകം എൻ്റെ ഉമ്മയും മരിച്ചു. 8ാമത്തെ വയസ്സിൽ അനാഥനായ ഒരു കുട്ടിയാണ്. എന്നെ വളർത്തിയത് എൻ്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ ബാപ്പയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം വിവാഹം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മൊയ്തു മൗലവിയാണ്, അന്നത്തെ കോൺഗ്രസ് നേതാവ് മൊയ്തു മൗലവിയാണ്, വാ സൈനുദ്ദീൻ നമുക്കൊന്ന് കോഴിക്കോട് വരെ പോയിട്ട് വരാം. വിവാഹം കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടുള്ളൂ. വിളിച്ച് കോഴിക്കോട് കൊണ്ടുവന്ന് ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് നേരെ ജയിലിലേക്ക് പോയി. മണിയറയിൽ നിന്ന് നേരെ ജയിലിലേക്കാണ് പോയത്. ജയിലിൽ വെച്ചാണ് വൈക്കം മുഹമ്മദ് ബഷീറും എൻ്റെ ബാപ്പയും തമ്മിൽ പരിചയപ്പെടുന്നത്. അന്ന് ആ കാലഘട്ടത്തെ പറ്റി അവിടുത്തെ ജയിലിലെ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം ബഷീർ ഓർമ്മയുടെ അറകൾ എന്നുള്ള പുസ്തകത്തിൽ വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് സൈനുദ്ദീൻ, നമുക്ക് കൊച്ചിയിൽ പോയിട്ട് പിന്നെ ഒരു പത്രം തുടങ്ങണം. അങ്ങനെയാണ് അവർ കൊച്ചിയിൽ വന്ന് ഉജ്ജീവനം എന്ന് പറഞ്ഞ പത്രം തുടങ്ങി. പത്താം ക്ലാസ് കഴിഞ്ഞതോടെ പഠനം നിന്നുപോയ ജമാലിനെ 1960കളിലെ കലാസാംസ്കാരിക പ്രവർത്തന നിരതമായ കൊച്ചിയുടെ ബൗദ്ധിക സൗഹൃദമാണ് എഴുത്തിലേക്കും പത്രപ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നത്. കേരളനാദം എന്ന സായാഹ്ന പത്രത്തിൽ ഹരിശ്രീ കുറിച്ച പത്രപ്രവർത്തനമെന്ന തൊഴിൽ അനിശ്ചിത പഥങ്ങളിലൂടെ ഇടറിത്തെറിച്ച് ലീഗ് ടൈംസിലൂടെയും പിന്നീട് മാധ്യമത്തിലൂടെയും അതിന്റെ നെടുംപാതകളിൽ എത്തിച്ചേരുകയായിരുന്നു. ഇപ്പോഴും തേജസിന്റെ അസോസിയേറ്റ് എഡിറ്റർ ആയി പ്രവർത്തിക്കുന്നു ഇദ്ദേഹം. ഇതിനിടെ ജമാൽ കൊച്ചങ്ങാടിയുടെ 35ഓളം പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഞാൻ ഈ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ തന്നെ ഈ എഴുത്തിനോടുള്ള താല്പര്യം ഉണ്ടായി. അതിന് കാരണം എൻ്റെ അടുത്തിരുന്ന ഒരു സുഹൃത്ത്, ഒരു മജീദ് എന്ന് പറഞ്ഞ മജീദ് പനപ്പള്ളി എന്നല്ല, അദ്ദേഹം പിന്നെ ഉദയചന്ദ്രൻ എന്ന് പറഞ്ഞ കയ്യെഴുത്ത് മാസിക നടത്തി. അപ്പം അതിലേക്ക് എന്നോടൊരു കഥ ചോദിച്ചു. ഞാൻ കഥ എങ്ങനെ എഴുതുന്നത് എനിക്കറിയില്ല.
അല്ല, അത് പിന്നെ കഥ എഴുതാന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല. പണ്ടൊരു രാജ്യത്തെന്ന് പറഞ്ഞ് എഴുതാതിരുന്നാൽ മതി, അന്ന് ആ നാട്ടിൽ നിന്ന് പറഞ്ഞ് എഴുതണം. അങ്ങനെ ഞാനൊരു കഥ എഴുതി. അതേ തുടർന്ന് എനിക്ക് എഴുത്തിനോടുള്ള താല്പര്യം വന്ന്, പുസ്തക വായനയോടുള്ള താല്പര്യം വന്ന് ഞാൻ തന്നെ ഒരു കയ്യെഴുത്ത് മാസിക നടത്തി. വെളിച്ചം എന്നായിരുന്നു പേര്. അന്ന് തന്നെ ഞാൻ കെ ബാലകൃഷ്ണന്റെ കൗമുദി അതിലൊക്കെ എഴുതി തുടങ്ങി. ചന്ദ്ര വീക്കിലി ഇതിലൊക്കെ ഞാൻ എഴുതി തുടങ്ങി. എനിക്ക് അന്ന് ഏറ്റവും ഒരു പിൻബലം നൽകിയ ഒരു മാഷുണ്ടായിരുന്നു, NP രാമചന്ദ്രൻ മാസ്റ്റർ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ 1961 എൻ്റെ ആദ്യത്തെ പുസ്തകം വന്നു. അക്കാലത്ത് ഒരു വിദ്യാർത്ഥിയുടെ പുസ്തകം വരിക എന്ന് പറഞ്ഞ ഒരു സംഭവം. ജീവിതത്തിന് ശേഷം ഞാൻ ചെറിയ ചെറിയ സാംസ്കാരിക വേദികളും പിന്നെ സംഘടനകളും നാടക മത്സരങ്ങളൊക്കെ ആയിട്ടങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി പിന്നെ എന്തെങ്കിലും തൊഴിൽ. അത് അങ്ങനെയാണ് ഞാൻ എറണാകുളത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു പത്രം, ഒരു ഈവനിങ് ഡെയിലിയാണ്, കേരളനാഥം, ചെറിയ പത്രം, വൈകുന്നേരം ഇറങ്ങുന്നത്. അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് പഠിക്കണം, പത്രപ്രവർത്തനം എന്താണെന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇന്നുവരെ എൻ്റെ ആ തീരുമാനം പിഴച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. സായാഹ്ന പത്രങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, ഈ സിനിമാ മാസികകൾ, ഒരേ സമയത്ത് തന്നെ പിന്നെ പല മാസികകളിലും സിനിമാ മാസികകളിലൊക്കെ എഡിറ്റിങ് ഞാൻ ചെയ്യുമായിരുന്നു. ആ മാസത്തിൽ ഒരെണ്ണം ദീപ്തി സിനിമ പിന്നെ സിനിമാ മാസിക എന്ന് പറഞ്ഞിട്ടൊരു എറണാകുളത്ത് നിന്ന് മാണിയുടെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഫിലിംനാഥം, അതിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നോവൽ താരം എന്നുള്ള പേരിലാണ്. പിന്നീട് അത് ചായം തയ്ക്കാത്ത മുഖങ്ങൾ എന്ന പേരിൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. അങ്ങനെ ആ സമയത്ത് എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. അപ്പോൾ കോഴിക്കോട് നിന്നാണ് വിവാഹം ചെയ്തത്. സംഗമം തിയേറ്റേഴ്സിലെ ഒരു നടനായിരുന്നു, അദ്ദേഹം ആർട്ടിസ്റ്റുമായിരുന്നു, AM കോയ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളാണ് എൻ്റെ ഭാര്യ. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് വരുന്നത്. കോഴിക്കോട് വന്നപ്പോൾ ഞാൻ ഈ ലീഗ് ടൈംസ് പത്രത്തിൻ്റെ അതിലെ പത്രാധിപ സമിതിയിൽ ഒരംഗമായിട്ടാണ് വന്നത്. ലീഗ് ടൈംസ് അഖിലേന്ത്യാ ലീഗിൻ്റെ ഒരു പത്രമായിരുന്നു. അത് രണ്ട് പാർട്ടികളും തമ്മിൽ ലയിച്ചപ്പോൾ ഒരു പാർട്ടിക്കാരും അല്ലാത്ത ഞങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകർ അത് പുറത്തായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാധ്യമം തുടങ്ങുന്നത്. അങ്ങനെ മാധ്യമത്തിലേക്ക് വരുന്നത്. മാധ്യമത്തിൻ്റെ തുടക്കം പോലെ ആദ്യത്തെ പത്രം ഡിസൈൻ ചെയ്യുന്നത് ഞാനാണ്. പക്ഷേ അവരിൽ നിന്ന് എനിക്ക് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായി. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ ആ അധ്യായം അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ പറയാൻ പല പത്രപ്രവർത്തകർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പത്രം വളർന്നു കഴിയുമ്പോൾ പിന്നെ അതിന് അടിത്തറയിട്ട ആളുകളെ മറന്നു പോകുക എന്നുള്ള ഒരു സംഭവം ഈ പത്രലോകത്തുള്ളതാണ്. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, പല ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജമാൽക്ക വളരെ വിഷ്വലായ ഒരു എഡിറ്ററാണ്. ഒരു കഥയോ കവിതയോ ലേഖനമോ ഒക്കെ തന്നെ എങ്ങനെയാണ് വളരെ ദൃശ്യ ഭംഗിയോടുകൂടി അവതരിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ജമാൽക്കാക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു വിഷനുണ്ട്. പിന്നെ മാധ്യമം ആഴ്ചപ്പതിപ്പിൻ്റെ വാർഷിക പതിപ്പുകൾ ജമാൽക്ക ആണ് ആദ്യം മുതൽക്കേ ചെയ്തിരുന്നത്. വാർഷിക പതിപ്പുകളുടെ ഒരു സ്വഭാവ നിർണയം തന്നെ, മലയാളത്തിലെ വാർഷിക പതിപ്പുകളുടെ സ്വഭാവ നിർണയത്തിൽ തന്നെ പുതിയ പുതിയ പ്രമേയങ്ങൾ കൊണ്ടുവരിക, പുതിയ രീതിയിൽ അവതരിപ്പിക്കുക, ഇൻ്റർവ്യൂകൾ, വിഷയങ്ങൾ, ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഇതൊക്കെ ജമാൽക്ക തുടങ്ങി വെച്ച ഒരു ട്രെൻഡാണ് പിന്നീട് പല പത്രമാസികകളും പിന്തുടർന്നത്. മാധ്യമത്തിൽ നിന്ന് ഞാൻ 2002 പിരിഞ്ഞു. അതിനിടയ്ക്കാണ് ഞാൻ പുസ്തകങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പുസ്തകങ്ങളുടെ രചനയിൽ
സംഗീതമായിട്ട് ബന്ധപ്പെട്ട 3-4 പുസ്തകങ്ങൾ ഞാൻ ചെയ്തു. അതിൽ ഏറ്റവും സ്മരണീയമായിട്ടുള്ളത് ബാബുരാജിനെ കുറിച്ചുള്ള ആന്തോളജിയാണ്. ബാബുരാജിനെ വളരെയധികം വിസ്മരിക്കപ്പെട്ടിരുന്ന ഒരു സമയത്താണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. അത് ആ അനുഗ്രഹീതനായ കലാകാരനെ വീണ്ടും ഓർമ്മകളിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷമാണ് ബാബുരാജ് ഫൗണ്ടേഷൻ നടന്നതും ഉണ്ടായതും ഈ അവാർഡുകൾ വരുന്നതും ബാബുരാജ് നെയ്റ്റുകൾ ഉണ്ടായതും ഒക്കെ ഈ പുസ്തകം വന്നതിന് ശേഷമാണ്. എഴുത്തും പത്രപ്രവർത്തനവും മാത്രമല്ല, നാടകവും സിനിമയും കൂടി ജമാൽ കൊച്ചങ്ങാടിയുടെ സർഗ ജീവിതത്തിന്റെ ഭാഗമായി. കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സും സ്റ്റേജ് ഇന്ത്യയും ഇദ്ദേഹത്തിന്റെ നാടകങ്ങൾ അവതരിപ്പിച്ചു. പി ഗോപകുമാർ സംവിധാനം ചെയ്ത തളിരിട്ട കിനാക്കളുടെ തിരക്കഥ ജമാലിൻ്റെതായിരുന്നു. അതിൽ പാട്ടുമെഴുതി. പി എ ബക്കറുടെ പ്രശസ്തമായ ചാപ്പയുടെ കഥ ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. ഫാസിലിന്റെ മറക്കില്ലൊരിക്കലും എന്ന ചിത്രത്തിനും തിരക്കഥ എഴുതി ജമാൽ. പ്രേം നസീറും മമ്മൂട്ടിയും അടക്കം ചലച്ചിത്ര രംഗത്ത് നിരവധി പേരുമായി അടുത്ത ബന്ധവുമുണ്ട് ഈ പത്രപ്രവർത്തകന്. സിനിമയായിട്ട് വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ബന്ധപ്പെടുന്നത്. സിനിമയെക്കുറിച്ചുള്ള മോഹമൊന്നും എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഈ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ വക്കീൽ എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. ഒരിക്കൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സുഹൃത്തുക്കളെല്ലാം കൂടി ഇരുന്നുണ്ട്. അപ്പോൾ വക്കീലിങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിനിമ എടുത്തൂടെ എന്ന്. അപ്പോൾ എന്നോട് ചോദിച്ച് ഒരു ഡയറക്ടർ വേണമല്ല. അങ്ങനെ കുറേ ഡയറക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് നോക്കാം, അയാളെ നോക്കാം, കഥയുണ്ടെന്ന് വെച്ച് അങ്ങനെ അത് സീരിയസ് ആയിട്ട് മാറുകയാണ് ചെയ്തു. ഒരു സൗഹൃദ സംഭാഷണത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അങ്ങനെ ഞാൻ പല കഥകൾ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കഥ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് അത് ആ സിനിമ തളിരിട്ടനാക്കൾ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ മറക്കില്ലൊരിക്കലും എന്ന് പറഞ്ഞിട്ട് ഫാസിലിൻ്റെ ഒരു പടം, ഫാസിലാണ് ഡയറക്ടർ. ചാപ്പയുടെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കൊച്ചി തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഴുതിയ ഒരു കഥയുടെ ബേസ് അടിസ്ഥാനമാക്കി എടുത്ത സിനിമയാണ്. നാടകം ഞാൻ ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ കൊച്ചിയിലുള്ളപ്പോൾ തന്നെ എഴുതുമായിരുന്നു. കോഴിക്കോട് വന്നപ്പോഴാണ് അതിലൊരു പ്രൊഫഷണൽ സ്വഭാവം വന്നത്. സംഗമം തിയേറ്റേഴ്സിന് വേണ്ടി ഇനിയും ഉണരാത്തവർ എന്ന നാടകം അത് എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് വിക്രമൻ നായരും ഇബ്രാഹിം വേങ്ങലും ഒക്കെ തന്നെയാണ്. ജമാൽ കൊച്ചങ്ങാടിയായിട്ടുള്ള ബന്ധം ആണ് സത്യത്തിൽ എന്നെ ഒരു കലാകാരനാക്കിയത്. ജമാലിൻ്റെ നാടകം, അതായത് മരീചിക, വേഴാമ്പൽ എന്നൊക്കെ പറയുന്ന നാടകത്തിൽ അഭിനയിക്കുകയും അതുപോലെ സി കെ രവീന്ദ്രനാഥത്തിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ജമാലിൽ നിന്നാണ് വായന, നമുക്ക് വായിക്കണം എന്നൊരു തോന്നൽ ഉണ്ടായത്. അതിനൊരു പ്രധാന കാരണം, വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് പോകും. ഈ കടപ്പുറത്ത് പോയ ആ ചർച്ച സാഹിത്യമാണ്. ഓരോരുത്തരും ഓരോ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കും അത് വായിക്കണം, ആ ചർച്ചയിൽ പങ്കെടുക്കണം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് എൻ്റെ വായനാശീലം യഥാർത്ഥത്തിൽ ജമാൽ കൊച്ചങ്ങാടിയാണ് കാരണക്കാരൻ. പാരമ്പര്യം കൗമാരത്തിൽ തന്നെ ജമാലിനെ സ്വാധീനിച്ചിരുന്നു. കോഴിക്കോട്ടെ ഗായകരും മഹഫിൽ സദസ്സുകളും ഈ ആഭിമുഖ്യത്തെ പൂരിപ്പിച്ചു. സംഗീത ഗുരുക്കളെയും ഗായക പ്രതിഭകളെയും പരിചയപ്പെടുത്തുന്ന ജമാലിന്റെ ഗ്രന്ഥങ്ങൾ ഈ അഭിരുചിയുടെ ഇതര പ്രകാശനങ്ങളായിരുന്നു. ജനപ്രീതിയാർജിച്ച നിരവധി സംഗീത ആൽബങ്ങളുടെ രചനകളും നിർവഹിച്ചിട്ടുണ്ട് ജമാൽ കൊച്ചങ്ങാടി. പാടി വീണ പൂ പോലെ എന്നിട്ടൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ആ പാട്ടിൽ ഒരു നിർധനനായ ഒരു ബാപ്പയുടെ ചിത്രമാണ് അതിൽ വരുന്നത്. മകളെ കെട്ടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു ബാപ്പയുടെ പൂർണ്ണമായ ഒരു ചിത്രമാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ കാലത്ത് അതുമില്ല, അങ്ങനത്തെ പാട്ടെഴുത്തിൽ അങ്ങനെ ഒരു രീതിയില്ല. കാരണം കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ലാതെ തിരിച്ച്
ഒരു പി ഭാസ്കറിൻ്റെ ഒക്കെ രീതിയിൽ ഒരു പാട്ടിനെ പൂർണ്ണമായിട്ട് നമ്മൾ അതിൽ ഒരു ചിത്രമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നൊരു രീതി ഉണ്ടായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ രാഘവമാഷ്ട ഈണമൊക്കെ വന്നപ്പോൾ ആ പാട്ടിന് വലിയ ഒരു ഞാനിപ്പോഴെല്ലാ പരിപാടിയിലും പാടിക്കൊണ്ടിരിക്കുന്നൊരു പാട്ടാണത്. വാടി വീണ പൂവ് പോലെ പൊന്നുമോളെ നിൻ മുഖം കണ്ടിടുമ്പോൾ കത്തിടുന്നു ബാപ്പയുടെ കൽബകം. കാസറ്റുകൾ ഒരു 35 വർഷം മുമ്പ് ഇപ്പോഴത്തെ പിന്നണി ഗായകൻ അഫ്സലിൻ്റെ പിതാവ് എൻ്റെ സുഹൃത്തായിരുന്നു SM ഇസ്മായിൽ, ഹാജി SM ഇസ്മായിൽ, കൊച്ചിക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ് നമുക്ക് മുഹമ്മദ് നബിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സംഗീത ശില്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ചെയ്തത്. അന്ന് ഈ അഫ്സൽ ചെറിയ കുട്ടിയാണ്. അഫ്സൽ ഈ കാസറ്റ് കേട്ടതിന് ശേഷം അത് പിന്നീട് രണ്ടാമത് അതിനെ റിവൈവ് ചെയ്യണം എന്നുള്ള ഇതിലാണ് പിന്നീട് ഈ റസൂൽ എന്നുള്ള പേരിൽ അത് തന്നെ രണ്ടാമത് കോഴിക്കോട്ടെ ഒരു സാംസ്കാരിക സംഘടന അത് എടുത്ത് അത് റെക്കോർഡ് ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീർ തൊട്ട് TV കൊച്ചു ബാവ വരെയുള്ള ഒരുപാട് സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ആദർശാത്മകതയുടെ ഉദാത്തവും ദുരന്ത ശോഭ നിറഞ്ഞതുമായ പ്രൊമിത്തിയൻ ഇച്ഛകളിൽ നിന്ന് പത്രപ്രവർത്തനം മൂലധനാനുശാസിതമായ പ്രൊഫഷണലിസത്തിന് വഴിമാറിയിട്ട് നമ്മുടെ നാട്ടിലും നാളേറെയായി. സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും വ്യവസ്ഥാവിരുദ്ധമായ മൂല്യബോധത്താൽ നയിക്കപ്പെട്ട രണോത്സുക പത്രപ്രവർത്തകരുടെ ഒരു വലിയ നിര നമുക്കുമുണ്ടായിരുന്നു എന്നത് നേര്. അച്ചടിയിലെ പുത്തൻ സാധ്യതകളും ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ പ്രാമുഖ്യവും വിവരവിനിമയ വിജ്ഞാനത്തിന്റെ ഒരു ഉപശാഖയായി പത്രപ്രവർത്തനത്തെ ചുരുക്കുമ്പോൾ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആർക്കും തെരഞ്ഞെടുക്കാവുന്ന തൊഴിലായിത്തീരുന്നു അത്. മൂല്യങ്ങളും സാമൂഹ്യ സ്വപ്നങ്ങളും നിലപാടുകളും തീർത്തും അപ്രസക്തമായ ഒരു ഇടമായിത്തീരുന്നു ആധുനിക ജേർണലിസം. ജമാൽ കൊച്ചങ്ങാടി പത്രപ്രവർത്തനത്തിന്റെ ഈ വാർന്നു വീണ ജേർണലിസ്റ്റ് അല്ല. സ്വാതന്ത്ര്യ സമര സേനാനിയും 1930കളിൽ ഉജ്ജീവനം, സത്യവാദി തുടങ്ങിയ പ്രതിവാര പത്രങ്ങളുടെ പ്രസാധകനും പത്രാധിപരും ഒക്കെയായിരുന്ന പിതാവ് PA സൈനുദ്ദീൻ നയനയുടെ ആദർശാത്മകത ജനിതകമായി തന്നെ ജമാൽ എന്ന പത്രപ്രവർത്തകന്റെ നിർമ്മാണ ധാതുവായി വർത്തിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ കയ്യെഴുത്തു മാസികയിൽ തുടങ്ങി ഈ അക്ഷരങ്ങൾ നിരത്തിയടിക്കുന്ന ചവിട്ടു പ്രസ്സിലൂടെ അത്യാധുനികമായ ലേസർ പ്രിന്റിംഗിലേക്ക് എത്തിയ അരനൂറ്റാണ്ടിന്റെ പത്രപ്രവർത്തന ജീവിതത്തിലുടനീളം മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനം ഇദ്ദേഹത്തിന് കാവൽ നിന്നു. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ ജമാൽ കൊച്ചങ്ങാടി താൻ നീലപ്പെൻസിലേന്തിയ ചെറുതും വലുതുമായ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് ഓർക്കുന്നു. നോവൽ, നാടകം, തിരക്കഥ, സിനിമാ ഗാനങ്ങൾ, വിവർത്തനം തുടങ്ങി സർഗാത്മക രചനയിലും തന്റെ കൈമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഞാൻ പത്രപ്രവർത്തന ജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിട്ട് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവനവന് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. വളരെ ചെറുപ്പം തൊട്ടേ പത്രപ്രവർത്തനം, സാഹിത്യം, കല ഇതിനോടൊക്കെയുള്ള ഒരു താല്പര്യം എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ ഉണ്ട്. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. 1 മാസത്തിനകം എൻ്റെ ഉമ്മയും മരിച്ചു. 8ാമത്തെ വയസ്സിൽ അനാഥനായ ഒരു കുട്ടിയാണ്. എന്നെ വളർത്തിയത് എൻ്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ ബാപ്പയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം വിവാഹം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി